Hi everyone, so welcome to Unit 2 Behavioral Concept for Understanding the Clients. നമ്മുടെ previous class block 1 തന്നെ Unit 1 ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. Today we are going to discuss Unit 2. Okay, so ഇതിൽ മെയിൻ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നോക്കാം. So here we have the content. അപ്പൊ അതിൽ നമ്മൾ ഒബ്ജക്റ്റീവ്സ് പ്ലസ് നോക്കുന്നുണ്ട്. ഈ പറയുന്ന യൂണിറ്റുകൾ എന്തൊക്കെയാണ് നമ്മൾ ഗോ ത്രൂ ചെയ്യുന്നത്. ആൻഡ് വി ഹാവ് an intro part. Then human needs എന്തൊക്കെയാണ്, ഒരാളുടെ പേഴ്സണാലിറ്റി സ്ട്രക്ചർ എന്തൊക്കെയാണ്, ആ ഒരു പേഴ്സണാലിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഡിഫൻസ് മെക്കാനിസം എന്തൊക്കെ വരുന്നുണ്ട്, ആൻഡ് ഓൾസോ കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ റോൾ. ഇത്രയും കാര്യത്തിലാണ് നമ്മൾ കോണ്ടന്റിൽ ഗോ ത്രൂ ചെയ്യുന്നത്. ആൻഡ് what is the aim of this unit? എന്താണ് ഈ പറഞ്ഞ യൂണിറ്റ് പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഗുണം എന്ന് ചോദിച്ചാലും with the basic knowledge of behavioral concept for understanding the client. നമ്മൾ as a case worker we should understand our client, because ഓരോ clients എന്ന് പറയുന്നത് യുണീക്ക് ആണ്, യുണീക്ക് ആൻഡ് ഡിഫറെന്റ് ആണ്. സോ നമുക്ക് ഒരു ബേസിക് കോൺസെപ്റ്റ്, ഒരു ബേസിക് നോളജ് ഓഫ് ബിഹേവിയർ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഓരോ ക്ലയന്റിനെ പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റൂ. സോ ആഫ്റ്റർ studying this unit, you should be able to have knowledge of common human needs, or common ആയിട്ടുള്ള ഹ്യൂമൻ നീഡ്സ് എന്താണ്, ആൻഡ് ഓൾസോ എന്താണ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്, what are the factors which influence personality development അത് പഠിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ പല എന്താ പറയാ ഡിഫൻസ് മെക്കാനിസംസ് നമ്മൾ ഗോ ത്രൂ ചെയ്യുന്നുണ്ട്, ലൈക്ക് ഡിനയൽ, റാഷണലൈസേഷൻ, ഡിസ്പ്ലേസ്മെന്റ്, ഐഡന്റിഫിക്കേഷൻ, കോമ്പൻസേഷൻ, പ്രൊജക്ഷൻ പോലുള്ള several defense mechanism. And also we are going to know the concept of social role. Okay, ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് നമുക്ക് ഇവിടെ ഇൻട്രോ പാർട്ട് നോക്കാം. സോ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് ഒരു ക്ലയന്റിനെ എഫക്റ്റീവ് ആയിട്ട് അസിസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലയന്റിന്റെ പേഴ്സണാലിറ്റിനെ കുറിച്ച് ഡീപ്പ് ആയിട്ടുള്ള നോളജ് വേണം. ഓക്കെ, സോ ഈ പറയുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് റൂട്ട് ചെയ്തിരിക്കുന്നത് ബിഹേവിയറൽ സയൻസിലാണ്. സോ ബിഹേവിയറൽ സയൻസ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സ്വഭാവത്തിനെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തിയറിറ്റിക്കൽ ഫ്രെയിം വർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സയൻസ് ആണ് ബിഹേവിയറൽ സയൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ ഗ്രേസ് മാത്ത് 2011 ഒരു 5 പ്രൊപ്പോസിഷൻസിനെ മനുഷ്യന്റെ സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 5 കീ ഫാക്ടേഴ്സിനെ കുറിച്ച് ഇവിടെ പ്രൊപ്പോസ് ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയറിനെ ഷേപ്പ് ചെയ്യുന്നത് അവിടുത്തെ എൻവയോൺമെന്റും അതേപോലെ അവരുണ്ടാവുന്ന ലൈഫ് എക്സ്പീരിയൻസും ആണ്. ഒരാളുടെ ജീവിത സാഹചര്യം എന്താണ്, അയാൾ കടന്നു പോയിട്ടുള്ള എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്, ഇൻസിഡൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആളുടെ ബിഹേവിയറും എന്ത് ചെയ്ത് വരുന്നത്, ഷേപ്പ് ചെയ്ത് വരുന്നത് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫുൾഫിൽ ചെയ്യേണ്ട കുറച്ച് ബേസിക് നീഡ്സ് ഉണ്ട് അല്ലെ. സോ നമ്മൾ ഒരു ഘട്ടത്തിലും നമ്മൾ വളർന്നു വരുന്ന ഓരോ സ്റ്റേജസ് എടുത്താലും അവിടെ നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള ബേസിക് നീഡ്സ് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഫുൾഫിൽ ചെയ്യണം. ആ ഒരു റിക്വയർമെന്റ് ഇവിടെ പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇമോഷണൽ നീഡ്സ് ആർ റിയൽ ആൻഡ് കനോട്ട് ബി റിസോൾവ്ഡ് ത്രൂ ഇന്റലക്ച്വൽ വേസ്റ്റിംഗ് അലോൺ. നമുക്ക് ഒരിക്കലും നമ്മുടെ ഇമോഷണൽ ഇഷ്യൂസ് വരുമ്പോൾ അതിനെ നമുക്ക് ഇന്റലക്ച്വലി മാത്രം ആ ഒരു ഇന്റലക്ച്വൽ വേസ്റ്റിംഗ് കൊണ്ട് മാത്രം നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ ബിഹേവിയർ എന്ന് പറയുന്നത് വളരെ പേർപ്പസ്ഫുൾ ആയിട്ടൊരു കാര്യമാണ്. അവിടെ നമുക്ക് ഫിസിക്കൽ നീഡ്സ് വരുന്നുണ്ട്, ആൻഡ് ഓൾസോ ഇമോഷണൽ നീഡ്സ് വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് നമുക്ക് ഒരാളുടെ ബിഹേവിയറിനെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ബിഹേവിയറിന്റെ ഇമോഷണൽ അതുപോലെ തന്നെ അവരുടെ ഇന്റലക്ച്വൽ രീതിയിലും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി നോക്കണം. ആൻഡ് ദിസ് നോളജ് മെയിൻലി കംസ് ഫ്രം സോഷ്യോളജി ആൻഡ് സൈക്കോളജി. ഒരു സോഷ്യോളജി കോൺസെപ്റ്റിൽ നിന്നും അതുപോലെ തന്നെ സൈക്കോളജിക്കൽ കോൺസെപ്റ്റിൽ നിന്നുമാണ് ഈ പറയുന്ന നോളജ് എന്ത് ചെയ്തിട്ടുള്ളത്, ഉടലെടുത്ത് വന്നിട്ടുള്ളത്. അത്രയും കാര്യമാണ് ഇവിടെ പറയുന്നത് നമുക്ക് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയാനുള്ളത്. ആൻഡ് ഹിയർ വി ഹാവ് ദിസ് ടോപ്പിക് ഹ്യൂമൻ നീഡ്സ്. ഓക്കെ, ഹ്യൂമൻ നീഡ്സ് പറയുന്നുണ്ട്. സോ നമുക്കൊരു ആളുടെ ഹ്യൂമൻ ഗ്രോത്ത് ഡെവലപ്മെന്റ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ദാറ്റ് വി ഷുഡ് റെക്കഗ്നൈസ് ദ കോമൺ ഹ്യൂമൻ നീഡ്സ്. ഓക്കെ, ഒരു മനുഷ്യന്റെ ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഒരാളുടെ ഗ്രോത്ത് ഡെവലപ്മെന്റിനെ നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഈ കേസ് വർക്കർ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ക്ലയന്റ് മുന്നിൽ വരുമ്പോൾ യു ഷുഡ് ഏബിൾ ടു ഇവാലുവേറ്റ് എ ക്ലയന്റിന്റെ നീഡ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങള് മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട ആളാണ് ആരെന്ന് പറയുന്നത് കേസ് വർക്കർ എന്ന് പറയുന്നത്. അവരെ ഒരു ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള മാനറിൽ നമ്മൾ അഡ്രസ് ചെയ്യണം. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോരുത്തർക്കും ഓരോ പെർട്ടിക്കുലർ ബിഹേവിയർ കാണും. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ അല്ല ഓരോ ആളുകളും അല്ലെ. ഒരു രണ്ടുപേരും മുന്നിൽ വന്ന് നിന്നാൽ ആ രണ്ടുപേരും പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ദേ ഹാവ് ഡിഫറെന്റ് ക്യാരക്ടർ. ഓക്കെ, ദേ ആർ വെരി യുണീക് ഇൻ ദർ ബിഹേവിയർ. സോ ആ ഒരു രീതിയിൽ ക്ലയന്റ് നീഡ് എന്താണെന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ റെസ്പോണ്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന കോമൺ ആയിട്ടുള്ള ഹ്യൂമൻ നീഡ്സും അല്ലെങ്കിൽ അവരുടെ ഹ്യൂമൻ ബിഹേവിയറും നമുക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതിലൂടെ മാസ്ലോ
മനുഷ്യന്റെ എന്താ പറയാ ആവശ്യകതയെ അതല്ലെങ്കിൽ ഹ്യൂമൻ നീഡ്സിനെ 5 ലെവലായിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഫസ്റ്റ് പറയുന്നത് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. ലൈക് ഫുഡ്, വാട്ടർ, സെക്സ് എന്നൊക്കെ പറയുന്നത് ബേസിക് ആയിട്ടുള്ള മനുഷ്യന്റെ നെസസിറ്റി. ഓക്കെ, അല്ലെങ്കിൽ നീഡ്സ് ആയിട്ട് ഫുഡ്, വാട്ടർ ആൻഡ് സെക്സിനെ പറയുന്നത് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. കമ്മിങ് ടു സേഫ്റ്റി നീഡ്സ്, നമുക്ക് ഒരു അസുഖത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു വേദന അല്ലെങ്കിൽ ഹാം എക്സ്റ്റേണൽ ത്രെഡ്സിൽ നിന്നുമുള്ള ഒരു പ്രൊട്ടക്ഷനെയാണ് നമ്മൾ സേഫ്റ്റി നീഡ് എന്ന് പറയുന്നത്. ദെൻ ബിലോങ്ങിങ്നെസ് നീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട ലവ് ആൻഡ് അഫെക്ഷൻ. ഓക്കെ, നമ്മളൊരു ഗ്രൂപ്പിൽ ബിലോങ് ചെയ്യണം, ആ ഒരു ആവശ്യകത, ആ ഒരു നീഡിനെയാണ് ബിലോങ്ങിങ്നെസ് നീഡ് എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ വേൾഡിൽ തന്നെ ഉണ്ട്. എസ്റ്റീം നീഡ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ എന്ത് ചെയ്യണം, വാല്യൂ ചെയ്യണം അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യണം, അക്നോളജ് ചെയ്യണം എന്നുള്ള ആ ഒരു ഡിസയർ, ആ ഒരു വിഷ് ആണ് നമുക്ക് എസ്റ്റീം നീഡ് ആയിട്ട് ഇവിടെ പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പെർട്ടിക്കുലർ പോയിന്റ് വരെയുള്ള നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത് അല്ലെങ്കിൽ സെൽഫ് ഫുൾഫിൽമെന്റിനെയാണ്, അതിനോടുള്ള ഡ്രൈവിനെയാണ് നമ്മൾ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾ ഇത് മെയിൻ ആയിട്ട് പഠിക്കാം. മാസ്ലോ കാറ്റഗറീസ് ഹ്യൂമൻ നീഡ്സ് ഇൻ 5 ലെവൽസ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരു 5 ലെവൽസ് തന്നെയാണ്. ഏതൊക്കെയാണ്? ഫിസിയോളജിക്കൽ നീഡ്സ് വരുന്നുണ്ട്, സേഫ്റ്റി നീഡ്സ് വരുന്നുണ്ട്, ബിലോങ്ങിങ്നെസ് നീഡ്സ്, എസ്റ്റീം നീഡ്സ് ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. ഓക്കെ, ഈ 5 കാറ്റഗറിയിലാണ് മാസ്ലോ കാറ്റഗറൈസ് ചെയ്യുന്നത് ഹ്യൂമൻ നീഡിനെ. And the environment plays a critical role in fulfilling these needs with surroundings and available resources influencing an individual's life എന്ന് പറയുന്നുണ്ട്. ഈ പറയുന്ന ഓരോ നീഡും നമ്മൾ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ചുറ്റിനുമുള്ള എൻവയോൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഒരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ആൻഡ് നമുക്ക് എൻവയോൺമെന്റ് നോക്കിയാൽ നമ്മുടെ സറൗണ്ടിങ്സ് ഉണ്ട്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സുകളും, ഈ പറയുന്ന നീഡ് ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ള എല്ലാ റിസോഴ്സുകളും ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ഒരു ഹ്യൂമൻ ബിഹേവിയർ എടുത്താൽ നമ്മൾ പല പല കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ ലേണിംഗിലൂടെയും മെച്ചുറേഷനിലൂടെയും ഒക്കെ നമ്മൾ പേരൻസ് ആയിക്കോട്ടെ, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, പിയേഴ്സ് ആയിക്കോട്ടെ, ഇവരുടെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസിലാണ് നമ്മുടെ ഹ്യൂമൻ ബിഹേവിയർ എന്ത് ചെയ്ത് ഷേപ്പ് ചെയ്ത് വരുന്നത്. ഓക്കെ, നമ്മൾ ചില കേസിലൊക്കെ നമ്മളിപ്പോ കുട്ടികളൊക്കെ എന്തെങ്കിലും കണ്ടുള്ള അറിയത്തില്ല. ഓക്കെ, അത് അവർ വീട്ടിൽ കണ്ടു പഠിച്ചതായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടിട്ട് അവർ ഇമിറ്റേറ്റ് ചെയ്യുന്നതായിരിക്കാം എന്നുള്ളത്. സോ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മുടെ ഹ്യൂമൻ ബിഹേവിയറിനെ അത്രത്തോളം ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. So socialization, the early learning phase, helps children become aware of society and their relationships with others through various socializing agents. പല socializing agents through ആണ് കുട്ടികളാണെങ്കിലും ഈ പറഞ്ഞ സൊസൈറ്റിയെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് കിട്ടുകയും അവരുടെ റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യാൻ എടുക്കുന്നതും അവർക്ക് പല സോഷ്യലൈസിംഗ് ഏജൻസ് ആയിട്ടുള്ള ഒരു ലിങ്കേജ് ആണ്. ഫോർ എക്സാമ്പിൾ, സ്കൂളിൽ പോകുന്ന ഒരു കുട്ടി അവിടെ പോയിട്ട് മറ്റുള്ള കുട്ടികളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ആൻഡ് ഇഫ് ദേ ഗോ ടു സം അതർ പ്ലേസസ് ലൈക്ക് ഫാമിലി ആയിട്ട് എവിടെയെങ്കിലും പോകുന്നു, മറ്റുള്ള ആളുകളെ കാണുന്നു, അവരായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. സോ അവിടെയൊക്കെ ബിൽഡിംഗ് ദെയർ റിലേഷൻഷിപ്സ്, അല്ലെങ്കിൽ അവർ കുറച്ചുകൂടെ സൊസൈറ്റിനോട് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാണ് അല്ലെ. അപ്പൊ അങ്ങനെ പല രീതിയിൽ നമ്മളുടെയൊക്കെ ബിഹേവിയറിനെ ഷേപ്പ് ചെയ്യാൻ പാകത്തിന് കാപ്പബിൾ ആയിട്ടുള്ള ഒരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട് നമ്മുടെ ചുറ്റിനും നിൽക്കുന്ന എൻവയോൺമെന്റ്. ഈ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോ നമ്മൾ പണ്ട് പഠിക്കുന്ന ആ ഒരു എന്താ, നമ്മുടെ എൻവയോൺമെന്റ് മീൻസ് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ EVS പഠിക്കുമ്പോൾ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ ഒരു കുറെ പച്ചപ്പും ഹരിതാപം അങ്ങനത്തെ ഒരു എൻവയോൺമെന്റ് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബട്ട് വി ഹാവ് ഡിഫറെന്റ് എൻവയോൺമെന്റ്. ഇപ്പൊ ഞാനിവിടെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലിരിക്കുമ്പോൾ നിങ്ങളുടെ വീടാണ് നിങ്ങളുടെ എൻവയോൺമെന്റ്. ആൻഡ് when you go to job, okay, അല്ലെങ്കിൽ നിങ്ങൾ വർക്കിനോ സ്കൂളിലോ ഒക്കെ പോകുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ നിങ്ങളുടെ എൻവയോൺമെന്റ് സ്കൂളാണ്. ഓക്കെ, വർക്കിന് പോകുമ്പോൾ ആ വർക്ക് എൻവയോൺമെന്റ് ആണ് നിങ്ങൾക്ക് വരുന്നത്. അങ്ങനെ പല എൻവയോൺമെന്റിൽ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ആ ഓരോ എൻവയോൺമെന്റും നമ്മുടെ എന്താണ് ഹ്യൂമൻ ബിഹേവിയർ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ നീഡ്സ് എന്തൊക്കെയാണ് അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രിട്ടിക്കൽ റോൾ പ്ലേ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ ഫാമിലിനെ കുറിച്ച് പറയുന്നുണ്ട്. ദ ഫാമിലി ഇൻ പെർട്ടിക്കുലർ പ്ലേസ് എസെൻഷ്യൽ റോൾ ഇൻ മീറ്റിംഗ് എ ചൈൽഡ് ഫിസിക്കൽ ആൻഡ് സൈക്കോസോഷ്യൽ നീഡ്സ്. അല്ലെ, ഒരു കുട്ടിയുടെ ഫിസിക്കൽ നീഡ് ആയിക്കോട്ടെ, ഒരു കുട്ടിയുടെ സൈക്കോസോഷ്യൽ നീഡ് ആയിക്കോട്ടെ, ഇതിനൊക്കെ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എസെൻഷ്യൽ റോൾ പ്ലേ ചെയ്യുന്ന ഒരു ഏജന്റ് ആണ്, അല്ലെങ്കിൽ ഒരു എൻവയോൺമെന്റ് ആണ് ഫാമിലി എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഈ ചൈൽഡ് ബിഹേവിയർ ഈസ് ലാർജ്ലി ഫോംഡ് ബൈ ദർ സോഷ്യലൈസേഷൻ എക്സ്പീരിയൻസ്. ഒരു കുട്ടിയുടെ ബിഹേവിയർ ഫോം ചെയ്യുന്നത് അവർ സോഷ്യലൈസേഷൻ എക്സ്പീരിയൻസിലൂടെയാണ്. അവർ ആരായിട്ടൊക്കെയാണ് മിങ്കിൾ ചെയ്യുന്നത്, സംസാരിക്കുന്നത്, അവരുടെ ആ ഒരു കണക്ഷൻസ് വരുന്നത് എങ്ങനെയൊക്കെയാണ്, ആ ഒരു രീതിയിലാണ് ഒരു കുട്ടിയുടെ ബിഹേവിയർ എപ്പോഴും ഫോം ചെയ്ത് വരുന്നത്. ഇപ്പോ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു 18-19 ഇയർ ഓൾഡ് ആയിട്ടുള്ള ആരെങ്കിലും പെർട്ടിക്കുലർ ക്രൈം ചെയ്യാണ്.
ക്രൈം പ്രസൻസ് കില്ലിങ് അതേഴ്സ് എന്നുള്ളത് മാത്രം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹാം മറ്റുള്ളവർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കുട്ടിയുടെ പാസ്റ്റിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ സം കൈൻഡ് ഓഫ് ട്രോമാസ് അല്ലെങ്കിൽ സം കൈൻഡ് ഓഫ് പ്രോബ്ലംസ് നമുക്ക് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ കുട്ടി വളർന്നു വന്ന സാഹചര്യം ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കും, ഇന്റേണൽ ഡിഫറൻസ് ആയിരിക്കും. ഓക്കെ, വളരെ ടോക്സിക് ആയിട്ടുള്ള ഫാമിലിയിൽ നിന്നും ആയിരിക്കണം, അല്ലെങ്കിൽ വളരെ ടോക്സിക് ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്ന് വളർന്നു വന്ന ആളായിരിക്കണം, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്ന് യാതൊരു തരത്തിലുള്ള സപ്പോർട്ട് കിട്ടാത്ത കുട്ടിയായിരിക്കണം. അപ്പൊ നമ്മൾ അങ്ങനെ ചിലപ്പോൾ അനലൈസ് ചെയ്യുന്ന വരുമ്പോൾ ഇങ്ങനെയുള്ള കുറെ ഫാക്ടേഴ്സ് നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അങ്ങനെ പറയുമ്പോൾ ആ കുട്ടിയുടെ ബിഹേവിയറിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്ത കാര്യമാണ് ഈ സോഷ്യലൈസേഷൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. So a child behavior is largely formed by their socialization experiences. So understanding a client's behavior requires knowledge of their socialization patterns. ഒരു രംഗത്ത് വന്നിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് ആസ് എ കേസ് വർക്ക് അല്ലെങ്കിൽ ആസ് സോഷ്യൽ വർക്ക് നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരു പ്രോബ്ലം ഷെയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് തിങ് നമ്മൾ ചെയ്യേണ്ടത് അവരുടെ കേസ് ഹിസ്റ്ററി എടുക്കുക എന്നുള്ളതാണ്. പ്രീവിയസ്ലി അവർക്ക് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡൻസ് ആയിട്ട് ഇതിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ ആരൊക്കെ ആയിട്ടാണ് അവർ സോഷ്യലൈസ് ചെയ്യുന്നത് എന്നുള്ളൊരു ഫാക്ടർ, അതിനൊരു നോളജ് നമുക്ക് കിട്ടാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുവഴി നമുക്ക് ക്ലൈന്റിന്റെ ബിഹേവിയറിനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇത്തരത്തിലുള്ള സോഷ്യലൈസേഷൻ പാറ്റേൺസിനെ നമ്മൾ എന്താ പറയാ അനലൈസ് ചെയ്യുമ്പോൾ ഡെവലപ്മെന്റ് ഓഫ് ദർ പേഴ്സണാലിറ്റി, അവരുടെ പേഴ്സണാലിറ്റിയും എങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, അടുത്ത് നമ്മളിവിടെ നോക്കാൻ വേണ്ടി പോകുന്നത് പറഞ്ഞാൽ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി ആണ്. സോ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചില ആളുകൾ കാണുമ്പോൾ പറയും അവര് നല്ല പേഴ്സണാലിറ്റി ഉള്ള ആളാണ്, ആൻഡ് അറ്റ് സം പോയിന്റ് നമ്മൾ പറയും ഒരാളെ കാണുമ്പോൾ പേഴ്സണാലിറ്റി അധികം ഇല്ല എന്ന് പറയല്ലേ. സോ വാട്ട് ഈസ് ദിസ് പേഴ്സണാലിറ്റി? നിങ്ങൾ എന്താണ് പേഴ്സണാലിറ്റി? നമ്മളോട് ഒരാൾ നിങ്ങൾക്കൊരു നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും തിങ്ക് ചെയ്യുന്നത്? അവരെങ്ങനെയാണ് ഒരു കാര്യത്തിനെ പെർസീവ് ചെയ്തെടുക്കുന്നത്, അവരുടെ സംസാരം എങ്ങനെയാണ്, ഇൻക്ലൂഡിങ് അവരുടെ തിങ്കിങ്, ഫീലിങ്സ്, ഓക്കെ, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്, ബിഹേവിയർ വരുന്നുണ്ട്, അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, അവരെങ്ങനെയൊക്കെയാണ് അതിനെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അതിനെ ഡീൽ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു കാര്യമാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. സോ ഒരാളുടെ പേഴ്സണാലിറ്റി ഗ്രോത്ത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് ഓൾസോ it requires specialized knowledge to identify its different aspect. Okay, നമുക്ക് അതിന് ഡിഫറെന്റ് ആസ്പെക്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് റിക്വയർ സം സ്പെഷ്യലൈസ്ഡ് നോളജ്. സ്ട്രക്ചർ ഓഫ് ദ പേഴ്സണാലിറ്റി മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. And human life is seen as past with stimuli that are either internal, inherited, instinctual forces or external. Okay, അതായത് ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ലൈഫ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് അബൌട്ട് ലേണിംഗ് ടു റെക്കഗ്നൈസ്. നമ്മളൊരു കാര്യം വരുമ്പോൾ റെക്കഗ്നൈസ് ചെയ്യുക. അതിപ്പോ ബോത്ത് ഒരു ഇന്റേണൽ ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു ഫോഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ലൈക്ക് എൻവയോൺമെന്റ് പ്രഷർ ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും വരുമ്പോൾ അതിനെ എന്ത് ചെയ്യുക, റെക്കഗ്നൈസ് ചെയ്യുക, റെസ്പോണ്ട് ചെയ്യുക, ആൻഡ് മാനേജ് വേരിയസ് ഇൻഫ്ലുവൻസസ് ദാറ്റ് കം ഫ്രം ദിസ്. നേരത്തെ പറഞ്ഞതുപോലെ ഇന്റേണൽ ആയിക്കോട്ടെ, എക്സ്റ്റേണൽ സ്റ്റിമുലി ആയിക്കോട്ടെ, അതിൽ നിന്ന് വരുന്ന എന്തെങ്കിലും കാര്യം ഔട്ട്സൈഡ് വേൾഡ്സ് അല്ലെങ്കിൽ വിത്തിൻ ഔട്ട്സൈഡ്സ് നമുക്ക് വരുന്ന ഫീലിങ്സ് ആയിക്കോട്ടെ, ഇതിനെയൊക്കെ മാനേജ് ചെയ്യാം. അതൊക്കെയാണ് ഇറ്റ്സ് ഓൾ അബൌട്ട് നമ്മുടെ ഹ്യൂമൻ ലൈഫ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഏതെങ്കിലും ഒരു സംഭവം വന്നാലും അതിനൊരു എന്താ പറയാ സ്റ്റിമുലി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഹ്യൂമൻ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ആൻഡ് ഇവിടെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറിനെ കുറിച്ച് പറയുന്നുണ്ട്. Sigmund Freud's theory on personality structures breaks down personality into 3 systems. Okay, അപ്പൊ ഫ്രൂയിഡ് പേഴ്സണാലിറ്റിനെ 3 സിസ്റ്റം ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, which are id, ego and super ego. And what is this id? Id എന്ന് പറഞ്ഞാൽ എന്താണ്? It represents unconscious part of the personality driven by primal instincts and desires. Okay, നമ്മുടെ ഉള്ളില് നമ്മുടെ ഡിസയേഴ്സ് കൊണ്ടും നമ്മുടെ പല ഇൻസ്റ്റിങ്സ് കൊണ്ടും ഉണ്ടാവുന്ന ഒരു അൺകോൺഷ്യസ് പാർട്ട്, നമ്മുടെ പേഴ്സണാലിറ്റിയിലുള്ള അൺകോൺഷ്യസ് ആയിട്ട് എടുക്കുന്ന പാർട്ടിനെയാണ് ഇവിടെ ഇറ്റ് എന്തായിട്ട് സിഗ്മണ്ട് ഫ്രോയിഡ് ഇറ്റ് എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ട് പറയുന്നത്. ആൻഡ് ഇറ്റ് ഓപ്പറേറ്റ്സ് ഓൺ ദ പ്ലഷർ പ്രിൻസിപ്പിൾ, സീക്കിംഗ് ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ വിത്തൗട്ട് കൺസേൺ ഫോർ ലോജിക്, റീസൺ or reality. The it is governed by fantasy where feelings rather than concept shape behavior. So it is a concept from Sigmund Freud's psychoanalytical theory of personality. And ഇവിടെ ഇത് മെയിൻ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇവിടെ പറയുന്നത് പ്ലഷർ പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, മീൻ ദാറ്റ് ഇറ്റ് സീക്സ് ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഓഫ് നീഡ്സ്. എന്തെങ്കിലും ഒരു നീഡ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനെ നമുക്ക് ഗ്രാറ്റിഫൈ ചെയ്യണം, അല്ലെ സോൾവ് ചെയ്യണം. ആ ഒരു പ്ലഷർ പ്രിൻസിപ്പിൾ ആണ് ഈ പറഞ്ഞ ഇത് എന്ത് ചെയ്യുന്നത്, എപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിൽ നമ്മൾ അത് ആ ഒരു എന്താ പറയാ നീഡ് ഗ്രാറ്റിഫിക്കേഷനിലൂടെ നമുക്കുണ്ടാകുന്ന കോൺസിക്വൻസസോ അല്ലെങ്കിൽ റിയാലിറ്റി ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ഹംഗ്രി ഡ്യൂറിംഗ് എ മീറ്റിംഗ്, നമ്മളൊരു മീറ്റിംഗിൽ നമുക്ക് ദാഹിക്കുന്നുണ്ട്, വിശക്കുന്നുണ്ട്, ആൻഡ് യു ഈറ്റ്
might want you to immediately grab food. Okay, നമ്മുടെ ആ ഒരു പേഴ്സണാലിറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ എന്താ പറയാ ലോജിക് റീസണോ റിയാലിറ്റി ഒന്നും നമ്മൾ ചെക്ക് ചെയ്തില്ല. നമ്മുടെ അപ്പോഴത്തെ ആവശ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് പ്ലഷർ പ്രിൻസിപ്പിൾ ആണ് അല്ലെ, ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ വേണം. സോ ഞാൻ ഫുഡ് ഗ്രാബ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. സോ ഇപ്പൊ എനിക്ക് വിശന്നപ്പോ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡ് ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോകുന്നു. അവിടെ ഞാൻ അതിന്റെ കോൺസിക്വൻസസ് എന്താണ്, റിയാലിറ്റി എന്താണ്, ലോജിക് എന്താണ്, റീസൺ എന്താണെന്നൊന്നും അവിടെ കൺസേൺ വരുന്നില്ല. അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷൻ ആണ്. സോ ആ ഒരു അങ്ങനെയുള്ള ഒരു എന്താ പറയാ പേഴ്സണാലിറ്റിയാണ് ഇവിടെ ഫ്രൂയിഡ് ഇറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, so it is covered by fantasy where feelings rather than concepts which shapes behavior. Okay, സോ ഇവിടെ ഫാന്റസി കൊണ്ടിട്ടാണ് ഈ പറയുന്ന ഇറ്റിൽ നമുക്ക് പേഴ്സണാലിറ്റി ഗവേൺ ചെയ്യുന്നത് ഇവിടെ പറയുന്നുണ്ട്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈഗോ ആണ്. സോ ഈഗോ നമുക്ക് എടുക്കുമ്പോഴത്തേക്കും ഈഗോ മീഡിയേറ്റ്സ് ബിറ്റ്വീൻ ദ അൺകോൺഷ്യസ് ഇറ്റ് ആൻഡ് ദ സൂപ്പർ ഈഗോ മെയിൻറ്റെയിനിങ് സോറി അതൊന്നുകൂടെ പറയാവേ. So ego എന്താണ്? The ego mediates between the unconscious it and the super ego, maintaining the equilibrium of the personality, and it uses defense mechanisms to navigate conflicts and maintain balance, acting on reality rather than primal impulses. Okay, ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇട്ടിൽ എന്താ പറഞ്ഞത്, നമുക്കിപ്പോ ഒരു മീറ്റിംഗ് ഇരിക്കും, വിഷമപ്പോ പെട്ടെന്ന് ആ ഒരു ഫുഡ് ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രാറ്റിഫിക്കേഷൻ, ഓക്കെ, അത് സഡൻ ചെയ്യണം അല്ലെ, നമ്മൾ അവിടെ റിയാലിറ്റി ഒന്നും ചെക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞു. ബട്ട് ഹിയർ ഈ പറയുന്ന എന്താണ് ഈഗോ എന്ന് പറയുമ്പോൾ ഇറ്റ് ഓപ്പറേറ്റ്സ് ഓൺ റിയാലിറ്റി പ്രിൻസിപ്പിൾ. നമ്മൾ എപ്പോഴും റിയാലിറ്റി ചെക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ അതിനെതിരെ ആയിട്ടുള്ള റിയാക്ഷൻ നമ്മൾ കൊടുക്കുന്നത്. മീനിങ് ഇറ്റ് ട്രൈ ടു സാറ്റിസ്ഫൈ യുവർ ഡിസയേഴ്സ്. നമ്മുടെ ഡിസയേഴ്സ് എങ്ങനെയാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഇൻ റിയലിസ്റ്റിക് ആൻഡ് സോഷ്യലി അക്സെപ്റ്റബിൾ വേസ്. ഓക്കെ, റാദർ ദാൻ ഒരു പ്രൈമർ ഇമ്പൾസ് വെച്ചിട്ടല്ല, നമ്മൾ ആ ഒരു റിയാലിറ്റി ഫോക്കസ് ചെയ്തിട്ട് ആ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈഗോ എന്ന് പറയുന്ന പേഴ്സണാലിറ്റി നമ്മൾ അങ്ങനെയാണ് ഈഗോ എന്ന് പറയുന്ന പേഴ്സണാലിറ്റി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈഗോ എന്ന് പറയുന്നത് അൺകോൺഷ്യസ് ഇറ്റ് ആൻഡ് സൂപ്പർ ഈഗോന്റെ ഒരു മീഡിയേറ്റ് ആയിട്ടാണ് ഈഗോ എന്ന് പറയുന്ന പേഴ്സണാലിറ്റി ലൈ ചെയ്യുന്നത്. ഓക്കെ, അടുത്തെന്ന് പറയുമ്പോൾ സൂപ്പർ ഈഗോ ആണ്. ദ സൂപ്പർ ഈഗോ എന്ന് പറയുമ്പോഴത്തേക്കും represents the internalized moral standards and societal rules often seen as a forbidding parent of personality. Okay, എന്താണ് ഈ സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാല്? സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാല് എന്താണ് തെറ്റ്, എന്താണ് ശരി, വാട്ട് ഈസ് റോങ് ആൻഡ് വാട്ട് ഈസ് റൈറ്റ് എന്നതിലാണ് മെയിൻ ആയിട്ടും ഈ സൂപ്പർ ഈഗോ ഇരിക്കുന്നത്. ആൻഡ് ദാറ്റ് റെപ്രസെന്റ്സ് ദ മൊറാലിറ്റി, കോൺസെപ്റ്റ്സ് ആൻഡ് സൊസൈറ്റൽ നോംസ്. ഓക്കെ, എന്താണ് നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് റൈറ്റ് ആയിട്ടുള്ളത്, എന്താണ് റോങ് ആയിട്ടുള്ളത് എന്നുള്ള രീതിയിൽ നമുക്ക് ബിഹേവിയറിനെ ഗൈഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റിനെയാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ എസ് ഫോർബീഡിംഗ് പേരന്റ് ഓഫ് പേഴ്സണാലിറ്റി എന്നും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഫ്രൂയിഡ്സ് തിയറി ഇവിടെ നമ്മുടെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ അത്തരത്തിലുള്ള ഒരു സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് എന്നാണെന്ന് കൂടെ നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. സോ ലിബിഡോ, സെക്ഷുവൽ ഇൻസ്റ്റിക്ട് എന്ന് പറയുമ്പോൾ മൂവ്സ് ടുവേർഡ്സ് ഓറൽ, ഏനൽ ആൻഡ് ഫാലിക് സ്റ്റേജസ്, ഈച്ച് ഇൻവോൾവിംഗ് ഡിസ്റ്റിക് ചാലഞ്ചസ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഫസ്റ്റ് പറയുന്ന ഒരു എന്താ പറയാ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് പറയുന്നതാണ് ഓറൽ, ഏനൽ ആൻഡ് ഫാലിക് സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ. സോ ഫേർലി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻ പെർട്ടിക്കുലർ ഇൻട്രൊഡ്യൂസസ് ദ ഓഡിയൽ situation, a conflict between the child's desire and their relationships with their parental figures. സോ ഇപ്പോ നമുക്ക് ഇവിടെ ഈ പറയുന്ന ഒരു ഫാലിക് സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഇസ് എ തേർഡ് സ്റ്റേജ് ഇൻ ദ ഫ്ലൂയിഡ് സൈക്കോസെക്ഷുവൽ ഡെവലപ്മെന്റ് തിയറി ആണ്. which occurs between 3 to 6 years ആണ്. And during this stage, children become more aware of their own bodies, അതുപോലെ ജെൻഡർ ഡിഫറൻസസ് എന്താണ്, ആൻഡ് ഓൾസോ ഓപ്പോസിറ്റ് സെക്സ് പേരൻസ് ആയിട്ട് ഒരു അൺകോൺഷ്യസ് അട്രാക്ഷൻസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ്. ഇപ്പൊ നമുക്ക് നോക്കിയാൽ അറിയാം, നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ പറയുന്ന കാര്യമാണ്, ഇപ്പൊ കുട്ടികൾക്ക് അച്ഛനോടാണ് സ്നേഹം അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് അമ്മയോടാണ് സ്നേഹം എന്നുള്ളത്. സോ അതിനിവിടെ പറയുന്നതാണ് ഒഡീപ്പസ് ആൻഡ് ഇലക്ട്രാ കോംപ്ലക്സ് എന്നുള്ളത്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോഴത്തേക്കും ഇൻ ബോയ്സ് ആണ്, ബോയ്സിന് അപ്പാരോടുള്ള ആ ഒരു അട്രാക്ഷൻ ആണ് ഒഡീപ്പസ് എന്ന് പറഞ്ഞാൽ. ആൻഡ് ഗേൾസിൽ കാണപ്പെടുന്ന ഇലക്ട്രാ കോംപ്ലക്സ്. ഓക്കെ, സോ ആ ഒരു എന്താ പറയാ ഒരു ഓപ്പോസിറ്റ് സെക്സ് അട്രാക്ഷൻ ആണ്. ഓക്കെ, നമുക്ക് പെൺകുട്ടികൾക്ക് അച്ഛന്മാരോടാണ് ഇഷ്ടം എന്നൊക്കെ പറയുന്നല്ലേ, അതിൽ ആണെന്നുണ്ടെങ്കിൽ ആൺകുട്ടികൾക്ക് അമ്മ പോലെ ആണ് കൂടുതൽ അടുപ്പം അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ അതൊരു സൈക്കോളജിക്കൽ ഒരു തിയറി ആയിട്ടാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ചൈൽഡ് ഡിസയേഴ്സ് ആൻഡ് ദ റിലേഷൻഷിപ്സ് വിത്ത് ദെയർ പേരന്റൽ ഫിഗേഴ്സ്, ഈ പറയുന്ന കോൺഫ്ലിക്റ്റുകൾ റിസോൾവ് ചെയ്ത് വരുമ്പോൾ അവിടെ പലതരത്തിലുള്ള സൂപ്പർ ഈഗോ ഫോർമേഷൻസും കാര്യങ്ങളും വരത്തുണ്ടെന്ന് പറയുന്നു. ആൻഡ് ഓൾസോ ഈ പറയുന്ന എന്താ പറയാ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മളുടെ ഫ്യൂച്ചറിലേക്ക് നമ്മളുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്യാനും പേഴ്സണാലിറ്റി ഷേപ്പ് ചെയ്യാനും ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദീസ് സ്റ്റേജസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള മേളിൽ പറഞ്ഞിട്ടുള്ള സ്റ്റേജസ് എല്ലാം തന്നെ ഒരു ഇൻഡിവിജ്വലിനെ അവന്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനും
അവന്റെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാനും ഒരു ഇമ്പാക്ട് കൊടുക്കാനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഇമ്പാക്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാപ്പബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന സ്റ്റേജസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അടുത്തെന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പേഴ്സണാലിറ്റി ആണ്. നമ്മുടെ പേഴ്സണാലിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട്, ഓക്കെ, എങ്ങനെയുള്ള ഫാക്ടേഴ്സുകളാണ് നമ്മുടെ പേഴ്സണാലിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ അതിൽ ഫസ്റ്റ് പറയുന്നത് പറഞ്ഞാൽ ഫോൾട്ടി പേരന്റിംഗ് ആണ്. അതായത് പേരന്റ്സ് fail to meet their children needs due to lack of resources, knowledge or parenting skills, it can lead to impaired personal development. അതായത് ഫോൾട്ടി പേരന്റിംഗ് അല്ലെ, പേരന്റിംഗ് പ്രോപ്പർ ആയിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ അവരുടെ പേഴ്സണാലിറ്റിക്ക് ഇമ്പയർമെന്റും കാര്യങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. ചില കേസസിൽ harsh eyes rearing practices may cause tension between parent and child which can result. സോ ഒന്നുകൂടെ പറയാം, ഫോൾട്ടി പേരന്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പേരന്റ് ആ കുട്ടിയുടെ അവരുടെ മക്കളുടെ നീഡ്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഫെയിൽ ആവുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ലാക്ക് ഓഫ് റിസോഴ്സ് ആവാം, നോളജ് ആകാം, പേരന്റിംഗ് സ്കിൽസ് ആവാം. അതൊന്നും ഇല്ലാതെ വരുമ്പോൾ പല പല പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ആൻഡ് ഇറ്റ് ക്യാൻ ലീഡ് ടു ഇംപയർഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആൻഡ് ഇൻ സം കേസസ് വി കൻ ടെൽ ദാറ്റ് ഹാർഷ് ചൈൽഡ് rearing practices may cause tension between parent and child. അല്ലെ, വളരെ ഹാർഷ് ആയിട്ടാണ് നമ്മൾ കുട്ടികളെ വളർത്തുന്നുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന പേരന്റും കുട്ടിയും തമ്മിൽ വളരെ ടെൻഷൻ, സ്ട്രെസ് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ അത് കുട്ടിയുടെ പേഴ്സണാലിറ്റി ഒരു ഡിസ്ഫങ്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് റിസൾട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സോഷ്യലൈസേഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എവിടെയാണ് നമ്മളുടെ എൻവിയോൺമെന്റ്, നമ്മൾ ഏത് ഒരു പ്രൈമറി സോഷ്യൽ ഏജൻസ് എടുത്താൽ പേരന്റ്സ് ആയിക്കോട്ടെ, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, എൽഡേഴ്സ് ആയിക്കോട്ടെ, നമ്മൾ അവിടെ എങ്ങനെയാണ് നമ്മൾ ബിഹേവ് ചെയ്യുന്നത് എന്നതിൽ നമ്മളുടെ ഒരു പേഴ്സണാലിറ്റി ഗ്രോ ചെയ്യുന്നതിൽ അതിൽ ഒരു ഇൻഫ്ലുവൻസ് വരുന്നുണ്ട്. Socialization plays a critical role in the development of ego functions. Primary socializing agents such as parents, teachers, and elders who understand children's needs can help nurture the growth of these functions. Okay. ആസ് എ പേരന്റ് അല്ലെങ്കിൽ ടീച്ചർ, എൽഡേഴ്സ് നമുക്ക് കുട്ടികളുടെ ഒരു പേഴ്സണാലിറ്റി ഗ്രോത്തിന് നമുക്ക് നല്ല രീതിയിൽ ഒരു എന്താ പറയാ ഒരു കോൺട്രിബ്യൂഷൻസ് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന പ്രൈമറി സോഷ്യൽ ഏജൻസ് ആണ് ഈ പറഞ്ഞതൊക്കെ. ആൻഡ് പ്രോപ്പർ സോഷ്യലൈസേഷൻ അലൗസ് ചിൽഡ്രൻ ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ വാട്ട് ദേ നീഡ് ആൻഡ് വാട്ട് ദേ ഡു നോട്ട്. എന്താണ് അവർക്ക് വേണ്ടത്, എന്താണ് അവർക്ക് ആവശ്യമില്ലാത്തത് എന്ന് തരംതിരിക്കാൻ ഈ പറയുന്ന പ്രോപ്പർ ആയിട്ടുള്ള സോഷ്യലൈസേഷൻ അവരെ എന്ത് ചെയ്യുന്നുണ്ട്, അലൗ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ അവോയ്ഡിങ് പൊസിഷൻസ് ഓർ ബിഹേവിയേഴ്സ് ദാറ്റ് മേ ബി ഹാർംഫുൾ. അവർക്ക് ഹാർംഫുൾ ആയിട്ടുള്ള പൊസിഷൻസും ബിഹേവിയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാനും ഇത് എന്ത് ചെയ്യുന്നുണ്ട്, പ്രോപ്പർ ആയിട്ടുള്ള സോഷ്യലൈസേഷൻ ഏജൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഒരു കുട്ടി വളർന്നു വരുമ്പോൾ ഒരു ഹെൽത്തി മാനറായിട്ട് വളർന്നു വരാൻ ഈ പറഞ്ഞ സോഷ്യലൈസേഷൻ ബാലൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതാണ് സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പേഴ്സണാലിറ്റി, സോഷ്യലൈസേഷൻ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഓവർ പ്രൊട്ടക്ഷൻ ആണ്. നമുക്കറിയാം ചില പേരൻസ് കുട്ടികളെ വളരെ ഓവർ ആയിട്ട് പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് വളർത്തുന്നത്, അല്ലെ. സോ അതൊരു കുട്ടിയുടെ പല ഈഗോ ഫങ്ഷൻസിനെയും ആ ഒരു ഡെവലപ്മെന്റ് ഓഫ് ഈഗോ ഫങ്ഷൻസിനെ ഹിൻഡർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. Because when children lead overly comfortable lives without having to face challenges or solve problems, they miss opportunities to develop crucial ego functions such as impulse control, frustration tolerations, അതുപോലെ തന്നെ റിയാലിറ്റി ഓറിയന്റേഷൻ. ഇതെല്ലാം മിസ് ഔട്ട് ആയിട്ട് പോവാണ്. ഇപ്പൊ ഇതിനെ വളരെ ഓവർ പ്രൊട്ടക്റ്റീവ് ആയിട്ട് നമ്മൾ വളർത്തുകയാണ്. നമ്മള് ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ നമ്മുടെ പ്രസൻസ് ഇല്ല, കുട്ടി ഒറ്റയ്ക്കാണ് വളരുന്നത്. ഓക്കെ, കുട്ടീനെ പഠിക്കാൻ വിടുന്നു ഒരു ഹോസ്റ്റലില് അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി പറയുന്ന കുട്ടി പോവുകയാണ്. സോ അവിടെ അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് അവരെ ഫേസ് ചെയ്യേണ്ടി വന്നാൽ അവർക്ക് അറിയില്ല ഇത് എന്തിനെ കൺട്രോൾ ചെയ്യണം, അല്ലെ അവിടെ എങ്ങനെ ടോളറേറ്റ് ചെയ്ത് നിൽക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ റിയാലിറ്റി ഓറിയന്റേഷൻ എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. ബിക്കോസ് ടിൽ ദാറ്റ് ടൈം കുട്ടിക്ക് പ്രൊട്ടക്റ്റീവ് ആയിട്ട് കുട്ടിയുടെ പേരൻസ് ഉണ്ട്. സോ അത് അവരുടെ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യാണ്. സോ ഓവർ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള പേരൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുട്ടിയുടെ ഒരു ബിഹേവിയറിനെയും അവന്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യാനുള്ള ചാൻസസ് ആർ വെരി ഹൈ. ഓക്കെ, അതുപോലെ തന്നെ ലൈഫ് ഒരു ഡിഫിക്കൽറ്റി വന്നാൽ മാനേജ് ചെയ്യാൻ, അല്ലാതെ ഇമോഷൻസിനെ മാനേജ് ചെയ്യാനൊക്കെ ഈ പറയുന്ന എന്താ പറയാ ഓവർ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള പേരൻസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ അവരെ എന്ത് ചെയ്യുന്നുണ്ട്, അഫക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം മിക്ക കുട്ടികളും ചിലപ്പോ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നാലും ദേ ഗോ ഫോർ സൂയിസൈഡ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അറ്റംപ്റ്റുകള്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാ, ഒരു ചിലപ്പോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെ. സോ ഇതിൽ ഒരു ഫാക്ടർ ചിലപ്പോൾ ഓവർ പ്രൊട്ടക്ഷൻ ആയിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. So a strong super ego refers to a person being guided by internalized principles and standards of behavior. When parents have a strong super ego themselves, children are likely to imitate the behavior, leading to the development of a strong super ego. Okay. So നമ്മൾ നേരത്തെ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എന്താണ് സൂപ്പർ ഈഗോ? സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ എന്താണ് റോങ്, എന്താണ് റൈറ്റ് എന്ന് നമ്മളിലേക്ക് എന്താ പറയാ നമുക്ക് ഒരു റിയാലിറ്റി ചെക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, അല്ലെ.
സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പാർട്ട് ഓഫ് പേഴ്സണാലിറ്റി ഇൻ ഫ്ലൂയിഡ് സൈക്കോ അനലിറ്റിക് തിയറി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഒരു മൊറാലിറ്റി അല്ലെങ്കിൽ ഒരു കോൺസെൻസ്, ഒരു സൊസൈറ്റൽ നോംസ് ഒക്കെ നമ്മൾ വെച്ചിട്ട് നമുക്ക് എന്താണ് റോങ് എന്താണ് റൈറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയുള്ള പ്രിൻസിപ്പിൾസ് ഈ പറയുന്ന പേരൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളും അവരിലുള്ള ആ ഒരു ബിഹേവിയറിനെ ഇമിറ്റേറ്റ് ചെയ്യും. സോ അവരിലേക്ക് ആ പറഞ്ഞ സൂപ്പർ ഈഗോ എന്താവും, അതിലേക്ക് അവർക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസസ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. സോ however, if parents try to instill values through punishment or intimidation, children may either accept these teachings superficially, reject them, or develop a rigid and punitive super ego. ഇനി നമ്മൾ ഈ പറഞ്ഞ സൂപ്പർ ഈഗോനെ കുട്ടികൾ നമ്മളെ കണ്ടു പഠിക്കാണ്ട് നമ്മൾ അതിലേക്ക് അവരെ ഇങ്ങനെ ഇൻജക്ട് ചെയ്യാണ്. ഓക്കെ, പണിഷ്മെന്റിലൂടെ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിലൂടെ അവർ ചേഞ്ച് ചെയ്ത് പറഞ്ഞാൽ അത് നേരെ തിരിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലും അത് ഗ്രോ ചെയ്ത് വരാനുള്ള ചാൻസസ് കാണാം. ഓക്കെ, സോ അതും കൂടി ഇവിടെ പറയുന്നുണ്ട്. സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ഒരു കാര്യം ഡിഫൻസ് മെക്കാനിസം ആണ്. സോ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്ന ഡിഫൻസ് മെക്കാനിസംസ് ആണ്. സോ നമ്മുടെ ലൈഫിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മുടെ ഫിസിക്കൽ സോഷ്യൽ എൻവയോൺമെന്റിലേക്ക് പല പല മാറ്റങ്ങൾ വരും. സോ വി ഹാവ് ടു അഡ്ജസ്റ്റ് അല്ലെ ടു ദാറ്റ് ചേഞ്ചസ്. സോ സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റിനെ നമുക്ക് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ് സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ. But sometimes these adjustments എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലക്സ് ആണ് ആൻഡ് ഓൾസോ ഇൻഫ്ലുവൻസ്ഡ് ബൈ വേരിയസ് അതർ ഫാക്ടേഴ്സ്. ഓക്കെ, സോ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഗോൾ ബ്ലോക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മുടെ നീഡ്സ് മീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളിലേക്ക് ഫ്രസ്ട്രേഷൻ ലീഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഓൾസോ ആങ്കർ പോലുള്ള, ഹോസ്റ്റിലിറ്റി പോലുള്ള, വിത്രോവൽ പോലുള്ള നെഗറ്റീവ് ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഫ്രസ്ട്രേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ലീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, so frustrations can also motivate individuals to find new ways to meet their needs and rethink their approach to challenges. Okay, നമ്മളിപ്പോ ഒരു കാര്യത്തിൽ ഫ്രസ്ട്രേറ്റഡ് ആകുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മോട്ടിവേഷൻ അറൈസ് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്കിപ്പോ ഒരു പെർട്ടിക്കുലർ കാര്യം നേടിയെടുക്കാൻ പറ്റുന്നില്ല, സോ ദാറ്റ് വി ആർ ഗെറ്റിംഗ് ഫ്രസ്ട്രേറ്റഡ്. സോ നമ്മൾ മറ്റ് വേസ് നോക്കും ആ ഒരു കാര്യത്തിൽ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. പുതിയ പുതിയ വേറെ അപ്രോച്ചസുകൾ നമ്മൾ തിങ്ക് ചെയ്യും. സോ ഇൻ ദാറ്റ് വേ ഫ്രസ്ട്രേഷൻ ക്യാൻ ഓൾസോ മോട്ടിവേറ്റ്. ഓക്കെ, and goals can be blocked due to physical, social or internal psychological obstacles. നമുക്ക് എന്ത് ഗോളാണോ നേടിയെടുക്കേണ്ടത്, നമ്മുടെ ഉള്ളിലുള്ള ഫിസിക്കൽ ആയിക്കോട്ടെ, സോഷ്യൽ ആയിക്കോട്ടെ, ഇന്റേണൽ ആയിട്ടുള്ള സൈക്കോളജിക്കൽ ഒബ്സ്റ്റക്കിൾസ് വരുമ്പോൾ, തടസ്സങ്ങൾ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഗോളിലേക്ക് എത്താൻ പറ്റാത്തൊരവസ്ഥയും ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, സോ ഈ പറയുന്ന ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താണ്, മനുഷ്യര് പല തരത്തിലുള്ള വേരിയസ് ബിഹേവിയേഴ്സ് യൂസ് ചെയ്ത് എന്തിനു വേണ്ടിയിട്ട്, ആൻസൈറ്റീസ് ആയിക്കോട്ടെ, എന്തെങ്കിലും നമുക്ക് വരുന്ന പ്രോബ്ലംസ് കോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പല പല ബിഹേവിയേഴ്സ് ഹ്യൂമൻ ബീങ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ which can be categorized as conscious coping strategies. അതിനെ നമ്മൾ ഇവിടെ പറയുന്നതാണ് കോൺഷ്യസ് കോപ്പിംഗ് സ്ട്രാറ്റജീസ് എന്ന്. ആൻഡ് ഡിസ്റ്റിങ് ഫ്രം ഡിഫൻസ് മെക്കാനിസംസ് ദാറ്റ് ഓപ്പറേറ്റ് അറ്റ് ദ അൺകോൺഷ്യസ് ലെവൽ. ഓക്കെ, ഇനി ഈ പറഞ്ഞ ഡിഫൻസ് മെക്കാനിസംസ് എടുത്താൽ അത് അൺകോൺഷ്യസ് ലെവലിലാണ് എന്ത് ചെയ്യുന്നത്, ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആൻഡ് നമുക്കിപ്പോ ഫസ്റ്റ് നമുക്ക് നോക്കാം, നമുക്കിപ്പോ ആൻസൈറ്റി വരുമ്പോൾ നമ്മളിൽ ഉണ്ടാവുന്ന കോമൺ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് എന്തൊക്കെയാണ് നോക്കാം. എന്ത് ചെയ്യുക, നമ്മള് സ്പെയർ ചെയ്യുന്നു, അതുപോലെ കേഴ്സ് ചെയ്യുന്നു, മറ്റുള്ളവരെ ശപിക്കുന്നു, അബ്യൂസീവ് ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നു, കരയുന്നു, ചിരിക്കുന്നു. ആൻഡ് ഓൾസോ നമ്മൾ എക്സ്ട്രീം ആയിട്ട് ചിലവർ കഴിക്കും, സ്ട്രെസ് ആകുമ്പോൾ, ആൻസൈറ്റി ആകും, അതുപോലെ ഡ്രിങ്കിങ്, സ്മോക്കിംഗ്, ഇതൊക്കെ. ആൻഡ് വിഗറസ് ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടുക. ആൻഡ് ഓൾസോ ആൻസൈറ്റി ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ അത്രയും സമയം കൂടെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കിടന്ന് ഉറങ്ങുന്നു, മറ്റുള്ളവരുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ടും ആൻഡ് ഒരു പെർട്ടിക്കുലർ കാരണത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി നമ്മൾ അവരോട് സംസാരിക്കുന്നു. ആൻഡ് ഓൾസോ ആൻസൈറ്റി പോസിറ്റീവ് സിറ്റുവേഷൻസ് എന്താണ് അതിനെ കുറിച്ച് ആലോചിച്ചിട്ട് നമുക്ക് അത് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ചിലവരെടുക്കും, പ്ലാൻ ചെയ്യും. And these behaviors help individuals manage and cope up with anxiety experience in daily life. അല്ലെ, ഡെയിലി ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ആൻസൈറ്റീനെ മാനേജ് ചെയ്യാനും കോപ്പ് അപ്പ് ചെയ്യാനും നമ്മൾ ഈ പറഞ്ഞ ബിഹേവിയേഴ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് when anxiety is caused by frustration, നമുക്കിപ്പോ ഫ്രസ്ട്രേഷൻ കൊണ്ട് നമുക്ക് ആൻസൈറ്റി ഉണ്ടാകും. It often leads to negative emotions like irritability, depression, fatigue പോലുള്ള നെഗറ്റീവ് ഇമോഷൻസിലേക്ക് നമ്മളെ അത് ലീഡ് ചെയ്യുന്നുണ്ട്. And in response, some individuals may withdraw from the frustrating situation rather than confronting it with a renewed effort and insight. ചിലവർ ഈ പറഞ്ഞ ഫ്രസ്ട്രേറ്റിംഗ് സിറ്റുവേഷനിൽ നിന്ന് കംപ്ലീറ്റ്ലി വിഡ്രോ ചെയ്യാണ്. അതേസമയം ചിലപ്പോൾ നമുക്ക് അതിൽ നമുക്ക് കുറച്ച് എഫേർട്ട് ഇട്ടാൽ ചിലപ്പോൾ നമുക്ക് അതിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഓക്കെ, ബട്ട് ചില ഇൻഡിവിജ്വൽ അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നോക്കത്തില്ല, അവര് ഇങ്ങനെ പുറകോട്ട് വലയാണ്. സോ അങ്ങനെ നമ്മൾ വിഡ്രോ ചെയ്യുമ്പോൾ ടെമ്പററി ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ ടെൻഷനും ആൻസൈറ്റി ഒക്കെ എന്ത് ചെയ്യുന്നുണ്ടോ, മാറുന്നുള്ളൂ അല്ലേ. ആഫ്റ്റർ സംതിങ് ഇത് പിന്നെ അറൈസ് ചെയ്ത് വരികയാണ്. അപ്പൊ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ ഈ പറയുന്ന ഫ്രസ്ട്രേഷൻ സംഭവിക്കുമ്പോൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ ഒട്ടാവത്തില്ല അല്ലെ. So instead of engaging in goal-directed behavior, individuals seek to cope with anxiety indirectly. Okay.
നമ്മൾ ഗോൾ ഡയറക്റ്റഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ കാണിക്കുന്നതിന് പകരം എപ്പോഴും വേറെ പല രീതിയിലാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, ആൻസൈറ്റി ആയിട്ട് ഡീൽ ചെയ്യുന്നത്. അപ്പൊ ഉള്ള പ്രശ്നം എന്തെന്ന് വെച്ചാല് ഓർത്താൻ ഇപ്പൊ നമുക്ക് ആൻസൈറ്റി കോസ് ചെയ്യുന്ന സിറ്റുവേഷൻ എന്താണ്, ആ സിറ്റുവേഷൻ നമുക്ക് സോൾവ് ചെയ്യാൻ അത് ചെയ്യുന്നതിന് ഉപരി ആളുകൾ ആ ആൻസൈറ്റിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു പൊട്ടിയ സിറ്റുവേഷൻ സംഭവിക്കുമ്പോഴാണ് എനിക്ക് ആൻസൈറ്റി എറേസ് ആവുന്നത്. സോ എനിക്ക് ആ സിറ്റുവേഷനെ കംപ്ലീറ്റ്ലി സോൾവ് ചെയ്യാതെ ചെയ്താൽ എനിക്ക് ആൻസൈറ്റി ഫുള്ളോട് മാറും. ബട്ട് അതിന് പകരം ചിലപ്പോൾ ഞാൻ ആ ആൻസൈറ്റി ഒക്കെ കുറയ്ക്കാം എന്നുള്ളതിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. മനസ്സിലായോ? ചിലപ്പോൾ ഞാൻ ബിഞ്ച് ഈറ്റിംഗ് നടത്തും, ഞാൻ ഫ്രണ്ട്സിന് പുറത്തു പോകുന്നു, അപ്പൊ ആൻസൈറ്റി കുറയും. ബട്ട് സ്റ്റിൽ ദ സിറ്റുവേഷൻ ഇസ് ദെയർ. ഓക്കെ, അതിവിടെ പറയുന്നുണ്ട്. സോ എന്താണ് ഡിഫൻസ് മെക്കാനിസംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫൻസ് മെക്കാനിസംസ് എന്ന് പറഞ്ഞാൽ അൺകോൺഷ്യസ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ സ്ട്രാറ്റജീസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ആളുകൾ യൂസ് ചെയ്യുന്നത്? ഈ പറഞ്ഞ ആൻസൈറ്റി ആയിക്കോട്ടെ, സ്ട്രെസ് ആയിക്കോട്ടെ, ഇന്റേണൽ കോൺഫ്ലിക്റ്റുകൾ ആയിക്കോട്ടെ, അതിനെയൊക്കെ കോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ സ്ട്രാറ്റജിനെയാണ് ഇവിടെ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഈ പറയുന്ന എന്താണ് ഡിഫൻസ് മെക്കാനിസംസ് നമ്മുടെ അൺകംഫർട്ടബിൾ ആയിട്ട് തോട്ടും അല്ലെങ്കിൽ ഇമോഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, നമ്മുടെ മൈൻഡിനെ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെക്കാനിസം കൂടിയാണ് എന്തെന്ന് പറയുന്നത് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് ഡിഫൻസ് മെക്കാനിസത്തിൽ എന്തൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ടെന്ന് നോക്കാം. So defense mechanisms involve distortions in perceptions and reasoning where individuals unconsciously adopt behaviors or beliefs to protect themselves from blame or guilt. നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള അവർക്ക് ആൻസൈറ്റി സ്ട്രെസ് കോസ് ചെയ്യുന്ന എന്തെങ്കിലും എന്താ പറയാ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ കോപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ്, സൈക്കോളജിക്കൽ മെക്കാനിസം ആണ് ഇതെന്ന് പറയുന്നത് ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ. ആൻഡ് ഓൾസോ ദീസ് മെക്കാനിസംസ് ആർ മോർ കോംപ്ലെക്സ് ദാൻ സിമ്പിൾ കോപ്പിംഗ് സ്ട്രാറ്റജീസ്. ചെറുതായിട്ട് നമ്മൾ ചെയ്യുന്ന കോപ്പിംഗ് സ്ട്രാറ്റജീസ് വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ ഡിഫൻസ് മെക്കാനിസംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ആൻഡ് സം കോമൺ ഡിഫൻസ് മെക്കാനിസംസിനെ കുറിച്ചിട്ടാണ് താഴെ പറയുന്നത്. സോ ഡിനയൽ പറയുന്നുണ്ട്, റാഷണലൈസേഷൻ വരുന്നുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് വരുന്നുണ്ട്, സപ്ലിമേഷൻ വരുന്നുണ്ട്. ആൻഡ് ഇനി ഇപ്പൊ നമ്മൾ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഐഡന്റിഫിക്കേഷൻ, റിഗ്രഷൻ, കോമ്പൻസേഷൻ, ഫാന്റസി, പ്രൊജക്ഷൻ പോലുള്ള ഡിഫൻസ് മെക്കാനിസംസ് ആണ് നമ്മൾ ഗോ ത്രൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, so എന്താണ് denial? Shutting off reality in situations causing excessive anxiety, such as a parent refusing to accept a child's mental impairment. Okay, നമുക്ക് എക്സസീവ് ആയിട്ട് ആൻസൈറ്റി കോസ് ചെയ്യുന്ന സിറ്റുവേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കംപ്ലീറ്റ്ലി ഷട്ട് ഓഫ് ചെയ്യുന്നു. ആ റിയാലിറ്റിനെ കംപ്ലീറ്റ്ലി നമ്മൾ ഡിനൈ ചെയ്ത് വിടുന്നതിനെയാണ്, ആ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിനയൽ എന്ന് പറയുന്നത്. ഇപ്പോ ഒരു പേരന്റ്, ഒരു മെന്റൽ ഇമ്പയർമെന്റ് ഉള്ള കുട്ടിയുള്ള ഒരു പേരന്റ് റിഫ്യൂസ് ചെയ്യാണ്. ഓക്കെ, അവരുടെ കുട്ടിക്ക് മെന്റൽ ഇമ്പയർമെന്റ് ഉണ്ടെന്നുള്ളത് ഡിനൈ ചെയ്ത് വിടുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് എക്സസീവ് ആൻസൈറ്റി വരുന്നത് കുറയ്ക്കാൻ വേണ്ടി, മാറ്റാൻ വേണ്ടിയിട്ട്. ആ ഒരു സിറ്റുവേഷൻ ഇല്ല എന്നുള്ള രീതിയിൽ അവർ അതിനെ കാണുന്നതിനെയാണ് ഡിനയൽ എന്ന് മെയിനായിട്ടും പറയുന്നത്. സോ ഡിനയൽ നമ്മൾ കണ്ടു, നേരത്തെ പറഞ്ഞതുപോലെ എക്സസീവ് ആയിട്ട് ആൻസൈറ്റി കോസ് സിറ്റുവേഷനെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഡിനൈ ചെയ്തത് വിടുക. അപ്പൊ നമ്മൾക്ക് ഓക്കെ, അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നുള്ള രീതിയിൽ കാണുമ്പോൾ നമ്മൾക്ക് ആൻസൈറ്റി എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? റാഷണലൈസേഷൻ ആണ്. സോ റാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുക. ഞാനൊരു ഇറാഷണൽ ആയിട്ടുള്ള ഒരു ആക്ഷൻ ചെയ്തു. ഓക്കെ, ആൻഡ് അതിനെ ഞാൻ ലോജിക്കൽ ആയിട്ടുള്ള റീസൺസ് കൊണ്ടുവന്നിട്ട് അതിനെ ജസ്റ്റിഫൈ ചെയ്യാണ്. ഓക്കെ, ഇപ്പൊ ഒരാൾ ഇപ്പൊ അൺഫെയർ ആയിട്ട് കുറെ പൈസ ഉണ്ടാക്കി ചുറ്റോട്ടത്തിൽ മോഷ്ടിച്ചിട്ട് വന്നതായിരിക്കും. എങ്ങനെയും പൈസ ഉണ്ടാക്കിയിട്ട് അയാൾ ജസ്റ്റിഫൈ ചെയ്യാണ്, ഞാൻ ഇത് എങ്ങോട്ടേക്ക് കൊടുക്കുന്നുണ്ട്, ചാരിറ്റി ആയിട്ട് ഡൊണേറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ആ ഒരു കംപ്ലീറ്റ് സിറ്റുവേഷൻ ജസ്റ്റിഫൈ ചെയ്യാണ്. ഓക്കെ, ഇറാഷണൽ ആക്ഷൻസിനെ റാഷണൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്കിപ്പോ ഒരു ബാഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായി. ഫോർ എക്സാമ്പിൾ, ആഫ്റ്റർ എ ബാഡ് ഡേ അറ്റ് വർക്ക്, എനിക്ക് എന്റെ വർക്കിൽ ബാഡ് ഡേ ആയിരുന്നു. സോ ഞാൻ എന്റെ ബോസ് എന്നെ ആ ഒരു വർക്കില് കുറെ ചീത്ത പറഞ്ഞു. സോ ഞാൻ തിരിച്ച് ബോസിനെ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. സോ എന്ത് ചെയ്തു? നേരെ വീട്ടിൽ വന്നിട്ട് ഞാൻ എന്റെ കുട്ടികളോടോ ഭാര്യയോടോ ചുമ്മാ കിടന്ന് എല്ല് ചെയ്യാണ്, വഴക്കിടുകയാണ്. സോ അവൾ ഡിസ്പ്ലേസ് ചെയ്തു. ഒറിജിനൽ ടാർജറ്റ് ആരായിരുന്നോ അവിടുന്ന് പതുക്കെ ഇമോഷൻസിനെ കൊണ്ടുവന്നിട്ട് ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്ട് അല്ലെങ്കിൽ പേഴ്സണിലേക്ക് നമ്മൾ കൊണ്ടുപോയി എന്ത് ചെയ്തു? നമ്മൾ ഡംപ് ചെയ്തു, അല്ലെ? അപ്പൊ അങ്ങനെയാണ് ഡിസ്പ്ലേസ് ചെയ്യാന്ന് പറഞ്ഞത്. ഡിസ്പ്ലേസ് ചെയ്തു. ഓക്കെ, സോ അങ്ങനെ ആൻസൈറ്റീസും കാര്യങ്ങളൊക്കെ നമ്മൾ കുറയ്ക്കുന്നുണ്ട്. പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സബ്ലിമേഷൻ ആണ്. സോ സബ്ലിമേഷൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോ ഫോർ എക്സാമ്പിൾ, ഒരു വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ആൾക്കൊരു ജോലി വേണമെന്നുണ്ടെങ്കിൽ ആള് ബോക്സർ അല്ലെങ്കിൽ സോൾജിയർ ആവുന്നു. ഓക്കെ, അപ്പം അദ്ദേഹത്തിന് അതിനെ മാറ്റാൻ വേണ്ടി പറ്റുന്നു, കുറയ്ക്കാൻ വേണ്ടി പറ്റുന്നു. ഓക്കെ, ആൻഡ് ഇപ്പോ എ പേഴ്സൺ ഡീലിംഗ് വിത്ത് ഗ്രീഫ് ഓർ ആങ്കർ. ഓക്കെ,
വളരെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാള്, വളരെ ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഇന്റൻസീവ് ആയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുന്നു അത് കുറയ്ക്കാൻ, അല്ലെങ്കിൽ വോളണ്ടിയർ വർക്ക് ചെയ്യുന്നു. സോ അവിടെ ഒരു സപ്ലിമേഷൻ ആണ് സംഭവിക്കുന്നത്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ദാറ്റ് ലെഡ്സ് ടു സോഷ്യലി അക്സെപ്റ്റബിൾ ആക്ടിവിറ്റീസ്. നമ്മൾ നേരത്തെ ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞപ്പോ ബാക്കിയുള്ളവരിലേക്ക് അത് ചെന്നെത്തുമ്പോ അത് മോശമാണല്ലോ. ഇപ്പൊ ബോസ് എന്നെ വഴക്ക് പറയുമ്പോ ഞാൻ നേരെ പോയിട്ട് ഭാര്യ എടുത്ത് വഴക്ക് പറയാണ്. അവിടെ ഞാനൊരു സോഷ്യലി അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് വഴക്ക് കിട്ടുന്നവർക്ക് അത് വിഷമാവല്ലേ. പക്ഷെ സബ്ലിമേഷനിൽ വരുമ്പോ ഞാൻ ഡിസ്പ്ലേസ് ചെയ്ത് കൊണ്ടുപോയിട്ട് അത് സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റിയിലേക്കാണ് ഞാനത് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എനിക്കുണ്ടാകുന്ന ആൻസൈറ്റി കൂടെ അവിടെ എന്ത് ചെയ്യുന്നത്, കുറയുന്നുണ്ട്. ഞാൻ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അവിടെ ചെയ്യുന്നത്. അപ്പം അതാണ് ഇവിടെ സപ്ലിമേഷൻ കൊണ്ട് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അടുത്ത ഡിഫൻസ് മെക്കാനിസം ഇവിടെ വരുന്നത് ഐഡന്റിഫിക്കേഷൻ ആണ്. സോ ഐഡന്റിഫിക്കേഷൻ ഈസ് എ ഡിഫൻസ് മെക്കാനിസംസ് വെർ എ പേഴ്സൺ അൺകോൺഷ്യസ്ലി അഡോപ്റ്റ് ദ ട്രേറ്റ്, ബിഹേവിയർ അല്ലെങ്കിൽ എന്താണ് ആറ്റിറ്റ്യൂഡ്സ് ഓഫ് സമ്മൺ ദേ അഡ്മയർ ഓർ സീ എസ് പവർഫുൾ. അവര് പവർഫുൾ ആയിട്ടും അവർ അഡ്മയർ ചെയ്യുന്ന ഒരാളിന്റെ ക്യാരക്ടർ അല്ലെങ്കിൽ അവരുടെ റോളിനെ അഡോപ്റ്റ് ചെയ്യുന്നു അൺകോൺഷ്യസ്ലി. അതിനെയാണ് ഇവിടെ പറയുന്നത് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. And this can help them because they feel more secured, അല്ലെങ്കിൽ ബൂസ്റ്റപ്പ് ആവുന്നു അവരുടെ അവരുടെ സിറ്റുവേഷൻ, അവരുടെ സെൽഫ് എസ്റ്റീം ഒക്കെ കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പം ഞാൻ വളരെ ആൻഷ്യസ് ആയിട്ട് നിൽക്കുന്ന സമയങ്ങളിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളുടെ ക്യാരക്ടർ ഞാൻ അൺകോൺഷ്യസ്ലി ഞാൻ അഡോപ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ കുറച്ചുകൂടെ പവർഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. അപ്പൊ എന്റെ ആൻസൈറ്റി സ്ട്രെസ് എന്താണ് അത് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് ഇവിടെ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ ആണ്. സോ ഡിപ്രഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മള് ബാക്ക് ടു നമ്മുടെ ഏർലിയർ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിലേക്ക് നമ്മൾ പോവാണ്. ഓക്കെ, ഇപ്പോ എന്താ പറയാ, നമ്മളിപ്പോ റിവേർട്ടിംഗ് ടു ലെസ് മെച്യൂർ ബിഹേവിയർ എന്ന് പറയുന്ന ലെസ് മെച്യൂർ ആയിട്ടുള്ള ബിഹേവിയറിലേക്ക് റിവേർട്ട് ചെയ്ത് പോവാണ്. ലൈക്ക് എ ചൈൽഡ് സ്പീക്കിംഗ് ബേബി ലൈക്ക് ആഫ്റ്റർ എ ലോസ് എന്ന് പറയുന്നുണ്ട്. അതെന്താണ് ഇവിടെ പറയുന്നത്, നമ്മൾ കുട്ടികളെ പോലെ എന്ത് ചെയ്യുന്നു, പെരുമാറുന്നു. അതുപോലെ തന്നെ നമ്മൾ ടീനേജർ ആയിട്ടിരിക്കുന്ന ഒരാൾ ചിലപ്പോൾ വളരെ ചൈൽഡിഷ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ബിഹേവ് ചെയ്യുന്നു. അപ്പം അങ്ങനെ നമ്മളുടെ ഏർലി സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിൽ ബിഹേവിയറിനെ നമ്മൾ റിവേർട്ട് ചെയ്തെടുക്കുന്നതാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. അടുത്ത കോമ്പൻസേഷൻ ആണ്. ഇപ്പൊ ഞാൻ ഒരു എക്സാം എഴുതി, ഞാൻ എക്സാമിന് പാസ്സായില്ല, ഫെയിൽ ആയി, ഐ എം ഗെറ്റിംഗ് വെരി ആൻഷ്യസ്. സോ അവിടെ ആൻസൈറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഓക്കെ, എന്നാ ഈ എക്സാം പോയി, എന്നാ വേറൊരു സംഭവം ഞാൻ എന്റെ ലൈഫിൽ ചെയ്യാൻ വേണ്ടി പോവാണ്, അതിൽ ഞാൻ എക്സൽ ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാണ്. ഓക്കെ, ഒരു അനദർ ഏരിയയിൽ ഞാൻ സക്സീഡ് ചെയ്യും എന്നുള്ള ഒരു ഫീലിങ്സ് കോൺട്രാക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഫാന്റസി ആണ്, ഡേ ഡ്രീമിംഗ് ആണ്. നമ്മൾ അറിയാം അല്ലെ, അതെനിക്ക് മിക്കവരും ചെയ്യുന്ന ഒരു ഡിഫൻസ് മെക്കാനിസംസ് ആണ്. നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആൻസൈറ്റി വരുമ്പോൾ നമ്മൾ അതിനെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടെ മോർ പ്ലസന്റബിൾ ആയിട്ടുള്ള റിയാലിറ്റിയിലേക്ക് നമ്മുടെ മൈൻഡ് കൊണ്ടുപോയിട്ട് അത് ഇമാജിൻ ചെയ്യാൻ എടുക്കുകയാണ്. സോ അതിനെയാണ് നമ്മൾ ഇവിടെ എന്തെന്ന് പറയുന്നത്, ഫാന്റസി എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രൊജക്ഷൻ ആണ്. സോ ഇറ്റ് ഈസ് എ ഡിഫൻസ് മെക്കാനിസംസ് വേർ എ പേഴ്സൺസ് ആട്രിബ്യൂട്ടീവ് വൺസ് ഓർ ട്രേറ്റ്സ്, ഡിസയേഴ്സ് ഓർ ഫോൾ ടു അതേഴ്സ്. നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഡിസയറോ ട്രേറ്റോ എന്തെങ്കിലും പ്രശ്നങ്ങളായിക്കോട്ടെ അത് നമ്മൾ മറ്റുള്ളവരിലേക്ക് കൊണ്ട് പ്രൊജക്ട് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, അവരെ ഒരു ഷീൽഡ് ആയിട്ട് വെക്കുന്നതിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ a person who feels guilty about cheating might accuse a partner of being unfaithful. ഞാനിപ്പോ എന്റെ പാർട്ട്ണറെ ചീറ്റ് ചെയ്യാണ്, എന്നിട്ട് പറയാണ് എന്റെ പാർട്ട്ണർ അൺഫെയ്ത്ത്ഫുൾ ആണ്, അതുകൊണ്ടാണ് ഞാൻ അവളെ ചീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ എന്റെ ഫോൾട്ട് ഞാൻ മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്യാണ്, പ്രൊജക്ട് ചെയ്ത് വെക്കുകയാണ് അല്ലെ അവിടെ ചെയ്യുന്നത്. ആൻഡ് ഇപ്പോ ഒരാള് ഞാന് വളരെ വളരെ എന്താണ് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സോ ആ ദേഷ്യപ്പെടുമ്പോ ഞാൻ പറയുന്നു അവർ എന്നോട് ദേഷ്യപ്പെടുന്നത് കൊണ്ടാണ് എനിക്ക് ഇത്രയും ദേഷ്യം വരുന്നത്, അല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, എങ്ങനെയുള്ള കുറ്റം ഞാൻ അവരിലേക്ക് പ്രൊജക്ട് ചെയ്ത് കംപ്ലീറ്റ്ലി ഇങ്ങനെ അടിച്ചേൽപ്പിക്കുകയാണ്. സോ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഇവിടെ എന്തെന്ന് പറയുന്നത്, പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. And these different mechanisms protect the ego, often by distorting reality, allowing individuals to cope with anxiety and frustration indirectly. Okay, indirect ആയിട്ട് നമ്മുടെ ആൻസൈറ്റിനെയും ഫ്രസ്ട്രേഷനെയും ടെൻഷനെയും എല്ലാം നമുക്ക് കോപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ് എന്തെന്ന് പറയുന്നത്, ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് ഡിഫൻസ് മെക്കാനിസത്തിൽ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞാൽ സോഷ്യൽ റോൾ ആണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ റോൾ ആണ് നോക്കുന്നത്. എ സോഷ്യൽ റോൾ റെഫേഴ്സ് ടു ദ എക്സ്പെക്ടഡ് ബിഹേവിയർ ആൻഡ് ആക്ഷൻസ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ബേസ്ഡ് ഓൺ എ പൊസിഷൻ വിത്തിൻ എ സോഷ്യൽ ഗ്രൂപ്പ്. ഒരു സോഷ്യൽ ഗ്രൂപ്പിൽ നിന്നും നമ്മളുടെ ഭാഗത്തു നിന്നും ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്ന ബിഹേവിയർ അല്ലെങ്കിൽ ആക്ഷൻസിനെയാണ് സോഷ്യൽ റോൾ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ സോഷ്യൽ റോൾസ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് റിലേഷനിലാണ്, അവര് ബാക്കിയുള്ള ആളുകളായിട്ട് ഒരു കണക്ഷൻ കാണും ഓരോ സോഷ്യൽ റോളിനും. ഓക്കെ, ഫോർ എക്സാമ്പിൾ വരാനാണെങ്കിൽ ഫാമിലി എടുത്താൽ പല റോൾ ഉണ്ട് അല്ലെ, ഫാദർ, മദർ, സൺ, ഡോട്ടർ. അതൊരു സ്കൂൾ എടുത്താൽ സ്റ്റുഡന്റ്, ടീച്ചർ, പ്രിൻസിപ്പൽ പോലെ പല റോൾ ഉണ്ട്.
ഓരോ റോളിലുള്ള ആളുകൾക്ക് മറ്റുള്ള ആളുകളായിട്ടൊരു കണക്ഷൻസ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഓരോ റോൾ എടുത്താലും ഓരോ റോളിലുള്ള ആളുകൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഡ്യൂട്ടീസും റൈറ്റ്സും എല്ലാം ഉണ്ട്. ആൻഡ് ഈ പറയുന്ന ഡ്യൂട്ടീസ് റൈറ്റ്സ് ഇതെല്ലാം എങ്ങനെയാണ് വിച്ച് ഈസ് ഷേപ്ഡ് ബൈ നമുക്കൊരു പെർട്ടിക്കുലർ കൾച്ചറൽ ട്രഡീഷൻസോ കസ്റ്റംസോ ഒക്കെ കാണും. അതുവഴിയാണ് നമ്മൾ ഈ പറയുന്ന റോൾസും കാര്യങ്ങളും ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. ആൻഡ് എങ്ങനെയാണ് ഈ റോള് മറ്റുള്ളവരിലേക്ക് വിസിബിൾ ആവുന്നത്? നമ്മൾ ചെയ്യുന്ന ടാസ്ക് അല്ലെ, ഓരോരോ റോളിനും ഓരോ ടാസ്ക് ഉണ്ട്. ആ ടാസ്ക് വിസിബിൾ ആയിട്ട് വരുമ്പോഴാണ് ആ റോള് കംപ്ലീറ്റ് ആവുന്നത്. ഫോർ ഇൻസ്റ്റൻസ് എ വുമൺ മേ ബി എക്സ്പെക്ടഡ് ടു ടേക്ക് ഇറ്റ് ഫോർ ചിൽഡ്രൻ ആൻഡ് മാനേജ് ദ ഹോം അല്ലെ. നമ്മൾ ഇപ്പൊ പറഞ്ഞാലും നമുക്കത് കംപ്ലീറ്റ്ലി ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ല. വുമൺ മേ ബി എക്സ്പെക്ടഡ് ടു കെയർ ഫോർ ചിൽഡ്രൻ ആൻഡ് മാനേജ് ദ ഹോം എന്ന് പറഞ്ഞാൽ ബിക്കോസ് വുമൺ ആൻഡ് മെൻ ബോത്ത് ആർ ഈക്വൽ അല്ലെ. സോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ദറ്റ് കറക്റ്റ് ബട്ട് ഡിഫൻസ്. ഇപ്പൊ ഒരു വുമണ് അങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നമുക്ക് അത് അവരുടെ ഇഷ്ടമാണ്. അപ്പം ഇപ്പൊ നോക്കാനാണെങ്കിൽ ഇപ്പൊ ഫാദർ ആയിക്കോട്ടെ മദർ ആയിക്കോട്ടെ, അവര് വീട് നോക്കുക അല്ലെങ്കിൽ കുട്ടികളെ നോക്കുക, അവരുടെ സ്വന്തം കാര്യം നോക്കുക, വർക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അവരുടെ റോളാണ് അല്ലെ. സോഷ്യൽ റോളിൽ നമുക്ക് 3 ആസ്പെക്ടിൽ നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആക്ഷൻസ്, പ്രിസ്ക്രിപ്ഷൻസ് ആൻഡ് എക്സ്പെക്ടേഷൻസ്, അതുപോലെ ഇവാലുവേഷൻ. ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ റോളിൽ ചെയ്ത ടാസ്ക്, ബിഹേവിയർ. ഓക്കെ, അങ്ങനെ നമുക്ക് ആ റോളിനെ നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആൻഡ് ഓൾസോ പ്രിസ്ക്രിപ്ഷൻസ് ആൻഡ് എക്സ്പെക്ടേഷൻസ് ആണ് ദ കൾച്ചറൽ നോർംസ് ആൻഡ് എക്സ്പെക്ടേഷൻസ് ഗവേണിംഗ് ഹൗ ദ റോൾ ഷുഡ് ബി പെർഫോംഡ്. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് റോൾ പെർഫോം ചെയ്യേണ്ടതെന്നുള്ള ചില കൾച്ചറൽ നോംസും എക്സ്പെക്ടേഷൻസും വരുന്നുണ്ട്. ഇവാലുവേഷൻ ആൻഡ് എങ്ങനെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഈ റോളിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരാൾക്ക് റോളിലെ ടാസ്ക് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടോ, ആ റോളിലുള്ള ടാസ്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു ഇവാലുവേഷൻ ക്രൈറ്റീരിയ കൂടി പറയുന്ന സോഷ്യൽ റോൾ അനലൈസേഷനിൽ വരുന്നുണ്ട്. മെനി ഇഷ്യൂസ് ഇൻ സോഷ്യൽ ഫംഗ്ഷനിങ് അറൈസ് ഫ്രം പ്രോബ്ലംസ് റിലേറ്റഡ് ടു റോൾ പെർഫോമൻസ്. നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മുടെ റോൾ പെർഫോം ചെയ്യാതെ വരുമ്പോഴാണ് പലതരത്തിലും സോഷ്യൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്ത് വരുന്നത് പറയുന്നത് റൈസ് ചെയ്ത് വരുന്നത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ നമ്മളെ എന്തുകൊണ്ടാണ് ഈ പറയുന്ന പൂർ ആയിട്ട് നമ്മളെ റോള് പെർഫോം ചെയ്യുന്നത്, അതിനെ എന്താ പറയാ ഡിപ്പെൻഡ് ചെയ്യുന്ന പല പല ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ഒരു ആൾക്ക് ഒരു ഇൻഡിവിജ്വലിന് ഒരു റോള് ഫുൾഫിൽ ചെയ്യാൻ പറ്റാതെ വരുന്നത്, ഇമ്പയർമെന്റ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ വൺ ഓഫ് ഫാക്ടർ ആണ് നോൺ ഫുൾഫിൽമെന്റ് ഓഫ് നീഡ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് നമ്മുടെ ബേസിക് നീഡ്സ് ഒന്നും മീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ റോൾ പെർഫോമൻസിനെ അത് എന്ത് ചെയ്യുന്നുണ്ട്, അഫക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഡൈവേർജന്റ് റോൾ എക്സ്പെക്ടേഷൻസ്, അതായത് കോൺഫ്ലിക്റ്റിംഗ് എക്സ്പെക്ടേഷൻസ് ഫ്രം ഡിഫറെന്റ് പീപ്പിൾ ഓർ ഗ്രൂപ്സ് കെൻ കോസ് കൺഫ്യൂഷൻ ആൻഡ് ഡിഫിക്കൽട്ടി ഇൻ റോൾ പെർഫോമൻസ്. നമ്മളൊരു റോൾ പെർഫോം ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കോൺഫ്ലിക്റ്റുകൾ കാര്യങ്ങൾ വരുന്നു എന്നുള്ള, അപ്പൊ നമ്മളുടെ റോള് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്ത് പോകുന്നുണ്ട്, മാറിപ്പോകുന്നുണ്ട്. പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഇൽനെസ് ആണ്. നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഹെൽത്ത് പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രോപ്പർ റോള് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ വരുന്നത് പറഞ്ഞാൽ ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള റിസോഴ്സുകളാണ്. ഓക്കെ, മെറ്റീരിയൽ ആയിക്കോട്ടെ നോൺ മെറ്റീരിയൽ റിസോഴ്സുകൾ ആയിക്കോട്ടെ, അവിടെ ഒരു ലാക്കിംഗ് വരുമ്പോൾ നമ്മളുടെ റോള് എന്ത് ചെയ്യുന്നു, നമ്മള് പെർഫോം ചെയ്യുന്നതിനെ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഹിൻഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ലൈക്ക് മണി ആകാം, ഹൗസിംഗ് ആകാം, സപ്പോർട്ട് ആകാം, എഡ്യൂക്കേഷൻ ആകാം, ഇതൊക്കെ നമ്മളുടെ റോൾ ഫുൾഫിൽമെന്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്ന് പറയുമ്പോൾ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഡിസബിലിറ്റീസ്, നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മെന്റൽ ഡിസബിലിറ്റീസ് ഒക്കെ ഫേസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും അവർക്ക് സർട്ടൺ റോൾസ് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഓൾസോ ഇപ്പോ എന്റെ ഒരു റോൾ എന്ന് പറഞ്ഞാൽ ടീച്ചറാണ്. ഓക്കെ, അപ്പൊ എനിക്ക് അതിനെ കുറിച്ചുള്ള ഇനാഡിക്വേറ്റ് നോളജ് ആണ്, സ്കിൽസോ കാര്യങ്ങളോ ഒന്നും ഇല്ല, എനിക്ക് പ്രോപ്പർ ട്രെയിനിങ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് റോൾ പ്ലേ ചെയ്യാൻ പറ്റില്ല. സോ അവിടെ ഒരു ലാക്ക് ഓഫ് പ്രിപ്പറേഷൻ ഫോർ റോൾ പെർഫോമൻസ് വരുമ്പോൾ എന്റെ റോളിന്റെ ഒരു ഇമ്പയർമെന്റ് സംഭവിക്കുന്നു. ദെൻ റോൾ കോൺഫ്ലിക്റ്റ് ആണ്. ഓക്കെ, when two or more roles are in conflict with each other, it can create stress and difficulty in fulfilling them effectively. ഇപ്പോ റോൾ കോൺഫ്ലിക്റ്റുകൾ വരികയാണ്, ഒന്നിലധികം റോൾ പ്ലേ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവിടെ ആ റോൾസ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ ആ ഒരു റോൾ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇമ്പയർമെന്റ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. അതാണ് റോൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോ കുറച്ചുകൂടെ വർക്ക് ചെയ്യുന്നവർക്കായിരിക്കും റോൾ കോൺഫ്ലിക്റ്റുകൾ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. വീട്ടിൽ കുട്ടികളുണ്ട്, അറ്റ് സെയിം ടൈം വർക്കിംഗ് ആണ്. സോ വീട്ടിൽ വരുമ്പോ ഇപ്പൊ ഫാദർ ആയിക്കോട്ടെ മദർ ആയിക്കോട്ടെ, വീട്ടിൽ വരുമ്പോൾ ഫാദർ മദർ, ബട്ട് ഔട്ട്സൈഡ് ഓഫ് ഹോം അവർ വർക്ക് ചെയ്യുന്ന ആ ഒരു റോള്. സോ അങ്ങനെ വരുമ്പോൾ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല റോള്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റോൾ കോൺഫ്ലിക്റ്റുകൾ കാര്യങ്ങൾ വരുമ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ റോൾ അല്ലെങ്കിൽ 2 റോളുകളിലും അവർക്ക് ഇമ്പയർമെന്റ് കാര്യങ്ങളൊക്കെ സംഭവിക്കാം. സോ ഈ എന്താ പറയാ ഫാക്ടേഴ്സ് എന്നൊക്കെ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇന്റർ കണക്റ്റഡ് ആണ്. ആൻഡ് ഓൾസോ
The concept of socialization is crucial in understanding human behavior, particularly in casework, as it influences how individuals learn and perform their social roles. നമ്മൾ കേസ് വർക്ക് എടുക്കുമ്പോൾ ആളുകളെ മനസ്സിലാക്കാനും ഒക്കെ ഈ പറയുന്ന എന്താണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് പെർട്ടിക്കുലർലി കേസ് വർക്ക് എടുക്കുമ്പോൾ ഇറ്റ് ഇൻഫ്ലുവൻസസ് ഹൗ ഇൻഡിവിജ്വൽസ് ലേൺ ആൻഡ് പെർഫോം ദർ സോഷ്യൽ റോൾസ്. ഒരു ഇൻഡിവിജ്വൽ എങ്ങനെ അവരുടെ സോഷ്യൽ റോള് പഠിക്കുന്നു, മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് അതർ സോഷ്യോളജിക്കൽ ഫാക്ടേഴ്സ് ജസ്റ്റ് കൾച്ചർ ആയിക്കോട്ടെ, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ, സോഷ്യൽ കൺട്രോൾ ആയിക്കോട്ടെ, ഇതും ഈ പറയുന്ന എഫക്റ്റീവ് സോഷ്യൽ വർക്ക് പ്രാക്ടീസിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ടോwards പോസിറ്റീവ് ആയിട്ടുള്ള ബിഹേവിയറൽ ചേഞ്ചസ് ആളുകളിലേക്ക് ഇൻജെക്ട് ചെയ്യാനും ഈ പറഞ്ഞ കൾച്ചർ ആയിക്കോട്ടെ, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ, സോഷ്യൽ കൺട്രോൾ ആയിക്കോട്ടെ, ഇതെല്ലാം എന്ത് ചെയ്യുന്നത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അത്രയും കാര്യങ്ങളായിരുന്നു നമുക്ക് മെയിൻ ആയിട്ട് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. കുറച്ച് സൈക്കോളജി, കുറേയൊക്കെ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. സോ നമുക്കിനി നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഇവിടെ സൂപ്പർ ഈഗോ ചോദിച്ചിട്ടുണ്ട് 4 മാർക്സിന് December 2023 നമ്മൾ ഓൾറെഡി പഠിച്ചു. സോ അത് ഗോ ത്രൂ ചെയ്തിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. ആൻഡ് ഡിഫൻസ് മെക്കാനിസംസ് 4 മാർക്കിന് June 2024 ചോദിച്ചിട്ടുണ്ട്. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ, briefly mention the factors influencing personality development. Personality development influence ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതാന്ന് എഴുതി ചോദിച്ചിട്ടുണ്ട്. അതിന്റെ 10 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ എന്ത് ചെയ്യുക, 3 നമ്മൾ പഠിച്ചതാണ്. SLM ഗോ ത്രൂ ചെയ്യുക, വാല്യൂ ആഡ് നോട്ട് നോക്കുക. നിങ്ങൾ ഇതിന് പ്രത്യേകം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വേണ്ടിയിട്ട് മാത്രം ഒരു പ്രത്യേക ഒരു നോട്ട് നിങ്ങൾ വെച്ചിട്ട് അത് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. ഈ പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ പറയുന്ന ക്വസ്റ്റ്യൻ ആൻസർ പോകാം. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് വരുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. സോ അത്രയും ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ക്ലാസ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത യൂണിറ്റ് ആയിട്ട് കാണാം.